കോറോ ഹെൽത്ത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം. 2022 കോറോ ഹെൽത്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് കൊച്ചിയിലാണ്. 2023 ഈ സ്ഥാപനം കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചത്. 2023 കൊച്ചിയിലും കോഴിക്കോടുമായി 4 വർഷമായി കൊച്ചിയിലും 3 വർഷമായി കോഴിക്കോട് ഇത് പ്രവർത്തിച്ച് വരുന്നു. നല്ല നിലയിൽ പ്രോഫിറ്റബിൾ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവർ തന്നെ ജീവനക്കാർ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞ് കമ്പനി ഷെയർ ചെയ്ത ചില കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ആയിട്ട് പോകും. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും തൊഴിലാളികളെ തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പിരിച്ചുവിടുന്ന സമീപനമുണ്ട്. ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഈ സ്ഥാപനം നടക്കുന്നുണ്ട്. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുകയാണ്. എന്താണ് അതിൻ്റെ പ്രശ്നം? വളരെ ഗൗരവമില്ല. അപ്പോൾ ഇവർക്കൊരു നോട്ടീസ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിലവിൽ രാജ്യത്തെ ലേബർ കോഡ് പ്രകാരം 3 മാസത്തെ സാലറി ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പ്രശ്നം എറണാകുളത്തൊക്കെ പരാതി ചെയ്തു വന്നു. കേരളം നമുക്കറിയാം, ലേബർ കോഡ് നടപ്പിലാക്കാത്ത സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണ്. ജീവനക്കാരെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണ് ലേബർ കോഡ്. അതുകൊണ്ട് ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള നിലപാട് LDF ഗവൺമെന്റ് സ്വീകരിച്ചു. 2020 ലേബർ കോഡ് വന്നത്, നിങ്ങൾക്കറിയാം. അങ്ങനെ നിലപാട് LDF ഗവൺമെന്റ് സ്വീകരിച്ചു. ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരമാണ് തൊഴിൽ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. 2020 മുതൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെ കൂട്ടപ്പിരിച്ചുവിടലുകൾ എവിടെയും നടന്നിട്ടില്ല. LDF ഗവൺമെന്റ് ശക്തമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചു. എന്നാൽ ഇവിടെ 900-ഓളം പേരെ കൊച്ചിയിലും കോഴിക്കോടുമായി കൂട്ടമായി പിരിച്ചുവിടുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ നിന്നും വിളിച്ച ആളുകൾ പറഞ്ഞത് പ്രഗ്നൻ്റായ ജീവനക്കാരെ പോലും പുറത്തു നിർത്തിയിരിക്കുകയാണ്, ഉള്ളിൽ കയറ്റുന്നില്ല. ഇവിടെയും അതിന് സമാനമായ പ്രശ്നമുണ്ട്. ഗർഭിണികളായ ജീവനക്കാരെ പോലും സ്ഥാപനത്തിനകത്ത് കയറ്റാത്ത നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ച് എത്ര കാലം പോകാൻ വേണ്ടി പറ്റും? ഇവിടെ ട്രേഡ് യൂണിയനും ഇവിടെ ബഹുജനങ്ങളും ഈ ജീവനക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ ഇതിലെ വിഷയം വളരെ ഗൗരവമായ വിഷയമാണ്. ഒന്ന്, തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ഈ സ്ഥാപനം കോറോ ഹെൽത്ത് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് സ്ഥാപനം, ഇതിന്റെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ മലയാളിയാണ്. ഈ അമേരിക്കൻ ബേസ്ഡ് സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്നതിന് എല്ലാ സൗകര്യവും സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിച്ചു. അങ്ങനെ തുടങ്ങുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ ജീവനക്കാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ജീവനക്കാർ മനുഷ്യരാണ്, നോക്കണം നിങ്ങൾ. ഇവരൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഗർഭിണികളുണ്ട്, രോഗികളായവരുണ്ട്. അവരൊക്കെ വെയിലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അടിയന്തരമായി തൊഴിൽ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായും ചർച്ച ചെയ്തു. വളരെ ഗൗരവത്തിലുള്ള ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഉടൻ തന്നെ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നാളെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് ആവർത്തിക്കും. ഇതൊരു സാമ്പിൾ ഡോസാണ്. കേരളം ഇന്ന് വരെ 2020 ലേബർ കോഡ് കേരളത്തിൽ വന്നതിന് ശേഷം ഇതുവരെ ഈ 5 കൊല്ലം LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ കൂട്ടപ്പിരിച്ചുവിടലുകൾ അനുവദിച്ചിരുന്നില്ല. ശക്തമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടു. എന്നാൽ ഇത് അനുവദിച്ചാൽ നാളെ മുതൽ കേരളത്തിൽ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയം കാണണം. ഇത് ഈ പറയുന്ന ഈ പാവം ഈ കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, ഈ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ ആകെ പ്രശ്നമാണ്. ഗൗരവത്തിൽ ഈ വിഷയത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യണം. ഇവിടെ ഇപ്പോൾ മാനേജ്മെന്റിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇവരെ ഇപ്പോൾ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഉള്ളിൽ പൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കാണാനൊരു ശ്രമം നടത്തും. ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഇതൊരു തൊഴിൽ പ്രശ്നം മാത്രമല്ല, ഇതൊരു മാനുഷിക പ്രശ്നമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. ഈ അല്ല, തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി മാത്രം പിന്തുണ നൽകേണ്ടതോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ പിന്തുണ നൽകേണ്ട പ്രശ്നമല്ല. എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്.
എല്ലാവരും ഒന്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു തുടക്കമാണ്, ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ കേരളത്തിൽ ഇനി ഇതുപോലെ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോകാൻ കാരണം? പ്രോഫിറ്റബിൾ എന്ന് ചൂണ്ടിക്കാട്ടിയ ഈ കമ്പനി തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ കേരളത്തിൽ നിന്ന് പോകാൻ കാരണം എന്താ? കേരളത്തിൽ തൊഴിൽ ചൂഷണം എളുപ്പമല്ല. തൊഴിലാളികളെ, ജീവനക്കാരെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ പോലെ ചൂഷണം ചെയ്യുന്നത് ശക്തമായി കേരളം എതിർക്കും. കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് എതിർത്തിട്ടുണ്ട്, ട്രേഡ് യൂണിയനുകളെ എതിർത്തിട്ടുണ്ട്, സംഘടനകളെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന് പോകാൻ വേണ്ടി പോകും. അല്ലാതെ ലാഭമില്ലാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന് ശക്തമായ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. നിലവിലിവിടെ ഈ സ്ഥാപനം പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും 100-ലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നതിൽ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റും? കാരണം അത് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇത് 3 വിഷയമുള്ളത്. ഇതിലൊന്ന്, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും തൊഴിൽ വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ അടിയന്തരമായി ഈ വിഷയം സംസാരിക്കും. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. തൊഴിൽ വകുപ്പിന് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമുണ്ട്. ലീഗൽ നോട്ടീസ് അയക്കാം. ഈ കമ്പനിക്ക് ലീഗൽ നോട്ടീസ് അയച്ചുകൊണ്ട് തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഇവിടെ തൊഴിൽ നിയമം ലംഘിക്കപ്പെട്ടു, അതുകൊണ്ട് അടിയന്തരമായ വിഷയത്തിൽ തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് ഒരു ബഹുജന ഐക്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുക. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത്, ലീഗലി ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോണിലും നേരിട്ടുമായിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു, ഇന്നലെ ഇന്നുമായിട്ട്. ലീഗലി ഇവരുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. നിയമപരമായി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു പോവുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരിക, ഇവരെ കാണുക. ഇവിടെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇവരായിട്ട് സംസാരിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോട് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തൊഴിൽ വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടും. ശക്തമായ നിലപാട്. കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ എടുത്തതുപോലെ ശക്തമായ നിലപാട് UDF ഗവൺമെൻറ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക.